നാം ഉപേക്ഷിച്ച ദ്വാരക അതിവേഗം സമുദ്രത്തിനിരയാകും. അവിടുള്ള സകലതും നശിക്കും. എന്നാൽ ദ്വാരകയിൽ നാം പൂജിച്ചു വന്ന ദിവ്യവിഗ്രഹം നശിക്കാനുള്ളതല്ല. പുരുഷാന്തരങ്ങളുടെ പൂജയ്ക്ക് പാത്രമായി തീരേണ്ട ആ പുണ്യവിഗ്രഹമെടുത്ത് ഉചിതമായ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുവാൻ ദേവഗുരുവായ ബൃഹസ്പതിയോട് പറയുക. അതാ ദ്വാരക മുഴുവൻ സമുദ്രം വിഴുങ്ങിക്കഴിഞ്ഞു. ഇനി ആ ദിവ്യവിഗ്രഹം വീണ്ടെടുക്കുന്നത് എങ്ങനെ? അതാ ആ വിഗ്രഹം തിരമാലകളുടെ മുകളിൽ ഭൂമിയും കാണാൻ കളിക്കുന്നു. ശരിയാണ്, അതുതന്നെയാണ് ആ വിഗ്രഹം. ആഹാ, ജനകോടികളുടെ മഹാഭാഗ്യം. ഇനി ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിനുള്ള പുണ്യഭൂമി കണ്ടുപിടിക്കണം. വൈദേവ, വരൂ, നമുക്ക് ഒരുമിച്ച് അന്വേഷിക്കാം.